നാട്ടിലേക്ക് വരും മുന്നേ ഞാൻ കൂട്ടുകാരോടും പിന്നെ പരിചയമുള്ളവരോടും ഒക്കെ തിരക്കി വെക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വീടിനടുത്തുള്ള നല്ലൊരു പീഡിയാട്രീഷ്യൻ. അപ്പോൾ ഈ പോകുന്നത് അദ്വിനെയും കൊണ്ട് ഒരു പീഡിയാട്രീഷനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവന് ചെറിയൊരു പനി പോലെ. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിച്ചേക്കാമെന്ന് കരുതി. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളത് കൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് അവൻ നല്ല ഉറക്കമായി. അപ്പോൾ എറണാകുളത്ത് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. ഡോക്ടേഴ്സിനെ കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ പ്രകൃതി രമണീയത കൊണ്ടും ഈ ഹോസ്പിറ്റൽ അത്യാവശ്യം ഫേമസ് ആണ്. മാത്രമല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആസ്റ്റർ മെഡിസിറ്റിയെ പറ്റി തന്നെ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. കുറച്ചധികം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. അവൻ്റെ ചെക്കപ്പും ഒക്കെ കഴിഞ്ഞു. മരുന്നും കിട്ടി. ഞങ്ങൾ നേരെ പോയത് ആസ്റ്ററിലെ ക്യാൻറ്റീനിലേക്കാണ്. ഇപ്പോൾ ക്യാൻറ്റീൻ എന്ന് പറയാൻ പറ്റില്ല, താഴെയുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലേക്ക്. ഇപ്പോൾ ഡോക്ടറിനെ കാണാനുള്ളതിലും തിരക്ക് പാരഗിൻ്റെ ബില്ലിംഗ് കൗണ്ടറിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു അടിപൊളി കാപ്പിയും ഒരു ചായയും പിന്നെ അദ്ദുവിന് ഒരു ഓറഞ്ച് ജ്യൂസും പിന്നെ കഴിക്കാൻ കുറച്ച് സ്നാക്സും വാങ്ങിച്ച് കഴിച്ചു. വൈകുന്നേരം ഒരു 4 മണി 5 മണി ആയേ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മരുന്ന് വാങ്ങിച്ച് ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ആസ്റ്റർ മെഡിസിറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഗാർഡൻ കണ്ടോ, എന്ത് രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നല്ല പച്ചപ്പും ഹരിതാവയും. ഗാർഡൻ മാത്രമല്ല കേട്ടോ, ഹോസ്പിറ്റലും അത്യാവശ്യം നീറ്റാണ്.